നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് നേതാക്കളുമായി രഹസ്യ നീക്കം നടത്തുന്നു എന്ന് BJP അറിയാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിന് കാരണമാകുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് BJP മടുത്തു. മധ്യപ്രദേശിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ ജ്യോതിരാദിത്യ സിന്ധ്യ അവരുടെ സ്വന്തം പാളയത്തിലേക്ക് എത്തിയാൽ മതിയാകും. വസുന്ധര രാജെ അടക്കമുള്ളവർ രാജസ്ഥാനിൽ BJP ബന്ധം ഉപേക്ഷിച്ച് സിന്ധ്യ പരിവാർ ഒന്നടങ്കമായി വീണ്ടും കോൺഗ്രസിലേക്ക് ചേക്കേറിയാൽ പല സംഭവങ്ങളും നടക്കും. മാധവറാവു സിന്ധ്യയുടെ മകനും സഹോദരിയും എല്ലാം ഒന്നടങ്കം കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് എത്തിയാൽ മധ്യപ്രദേശിൽ മോഹൻ യാദവിൻ്റെ കാര്യവും രാജസ്ഥാനിൽ അവിടെ BJPയുടെ അതികായനായി നിൽക്കുന്ന ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും അർജുൻ റാം മേഘ്വാളും അടക്കം ഇപ്പോഴത്തെ BJPയുടെ പടയെ ഒറ്റയടിക്ക് വെട്ടിനിരത്താനും കഴിയും. പറഞ്ഞു വരുന്നത്, രാജ്യസഭയിൽ കള്ളക്കളികളിലൂടെ 3-3 നേടിയെടുത്ത BJPയുടെ ഇപ്പോഴത്തെ ഈ ചതുരുപായമൊന്നും ഇനി അധിക നാൾ കാണില്ല. രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടിയെടുക്കാൻ അവർ ഇന്നും ഇന്നലെയും തുടങ്ങിയ കള്ളക്കളികളല്ല. പക്ഷേ BJPയുടെ ക്യാബിനറ്റ് മന്ത്രിയായിരിക്കുന്ന ആള് തന്നെ BJPയെ മടുത്ത് തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു. സഹ മന്ത്രിമാരെല്ലാം, അതായത് ക്യാബിനറ്റിലുള്ള സഹപ്രവർത്തകരെല്ലാം അഴിമതിക്കാരാണ്. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർ, നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ ആ സ്ഥാനത്തിൽ അയോഗ്യരാണ് എന്ന് വിളിച്ചു പറയാൻ സിന്ധ്യയ്ക്ക് യാതൊരു മടിയുമില്ല. സ്വന്തം പാർട്ടിയുടെ കൊള്ളരുതായ്മകളെ കോൺഗ്രസിൽ ഇരുന്നപ്പോൾ നഖശികാന്തം വിമർശിച്ച സിന്ധ്യ എന്തേ ഇപ്പോൾ BJPയിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി മിണ്ടാതെ കിട്ടുന്ന അപ്പവും ഭുജിച്ച് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ സിന്ധ്യയ്ക്ക് മറുപടിയില്ലേ എന്ന് ചോദിച്ചവർക്ക് മുമ്പിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. ഇത് രാജ കുടുംബാംഗമായതുകൊണ്ടല്ല, സിന്ധ്യയുടെ രക്തത്തിലുള്ളതാണ് പ്രതിഷേധം. സ്വന്തം പാർട്ടിയോടായാലും പ്രസ്ഥാനത്തോടായാലും വിശ്വസിക്കുന്ന ഐഡിയോളജിയോടായാലും അതിൽ വെള്ളം ചേർത്താൽ സിന്ധ്യ കലഹിക്കും എന്നുള്ളതിൽ സംശയമില്ല. ജ്യോതിരാദിത്യ സിന്ധ്യയെ തിരികെ കൊണ്ടുവരാൻ DK യാണ് നിയോഗിച്ചിരിക്കുന്നത്. DK സിന്ധ്യയുമായി കൂടിക്കാഴ്ച നടത്തി, സിന്ധ്യയുമായി ചർച്ച ചെയ്ത് കർണാടകയുടെ വികസനത്തിൻ്റെ സ്വപ്ന താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് BJPയെ വെറുതെ അങ്ങ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതല്ല DKയുടെ ഉദ്ദേശം. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചെന്ന പ്രമുഖരെ എല്ലാം കോൺഗ്രസിലേക്ക് തിരികെ കൊണ്ടുവന്ന് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ മൂവായി തന്നെ കണക്കാക്കാം.